ഈ ഭക്ഷണങ്ങൾ രാത്രിയിൽ വൈകിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ചും രാത്രിയിൽ നേരം വൈകി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചുമാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. ആരോഗ്യകരമായ ജീവിതത്തിന് ചില ശീലങ്ങൾ ഒഴിവാക്കിയേ മതിയാക്കൂ. അതിലൊന്ന് രാത്രിയിൽ വൈകിയുള്ള ഭക്ഷണം കഴിക്കലാണ്. രാത്രിയിൽ വൈകി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുകയും മാത്രമല്ല ആസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ശരീരത്തിൽ അമിതമായി എത്തുന്ന ഫാറ്റ് മൂലം അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത കൂടും. പ്രമേഹമുണ്ടാകാനുള്ള സാധ്യതയും കൂടും. ഫാറ്റി ലിവർ വരുന്നതിനുള്ള സാധ്യത കൂടും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നതിനും രാത്രിയിൽ വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒരു കാരണമാണ്. കൂടാതെ സ്ട്രെസ് ലെവൽ കൂടാനും ഇതൊരു കാരണം തന്നെയാണ്. അതിനാൽ രാത്രിയിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം. 1. ബിരിയാണി. ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് രാത്രിയിൽ ലേറ്റായി ഒരിക്കലും ബിരിയാണി കഴിക്കരുത്. ബിരിയാണി ഹൈ കാലറി ഫുഡാണ്. അതിനാൽ ഇത് ഉച്ചഭക്ഷണമായി കഴിക്കുക. 2. ഐസ്ക്രീം. രാത്രിയിൽ പലരും ഐസ്ക്രീം കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഐസ്ക്രീം വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ എങ്കിലും ഹൈ കലോറി ഫുഡാണ്. അതിനാൽ രാത്രിയിൽ ഇത് കഴിച്ചാൽ ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കും. കൂടാതെ ഇതിലെ ഹൈ ഷുഗർ പ്രമേഹം വരുന്നതിന് കാരണമാകും. ഉറക്കത്തിന് പ്രശ്നമുണ്ടാക്കും. തടി കൂടാനും ട്രൈഗ്ലിസറൈഡ് കൂടാനും ഐസ്ക്രീം രാത്രിയിൽ കഴിക്കുന്നത് കാരണമാകും. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ, അതായത് അമിത മധുരമടങ്ങിയ പലഹാരങ്ങളും ഡെസേർട്ടുകൾ, കേക്ക്, പേസ്ട്രി, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മുതലായവ രാത്രിയിൽ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. 3. റെഡ് മീറ്റ്. മാംസാഹാരം. പലരും ചിക്കനും മട്ടനുമൊക്കെ രാത്രിയിൽ കഴിക്കാറുണ്ട്. പക്ഷേ രാത്രിയിൽ മാംസാഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം ഹൈ പ്രോട്ടീൻ ഫുഡാണ്. കൂടാതെ ഫാറ്റും ധാരാളമായി നോൺ വെജിൽ അടങ്ങിയിരിക്കുന്നു. ഹൈ പ്രോട്ടീൻ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. ഡൈജഷനും വളരെ പതുക്കെ മാത്രമേ നടക്കൂ. ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കും. രാത്രിയിൽ നമ്മുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കേണ്ട സമയത്ത് അത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. നല്ല ആരോഗ്യത്തിന് ഉറക്കം അത്യാവശ്യമാണ്. ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ അതുമാത്രം മതി പല അസുഖങ്ങൾക്കും കാരണമാകും. 4. കഫീൻ. ചായ, കാപ്പി തുടങ്ങിയ പാനീയങ്ങൾ രാത്രിയിൽ കുടിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം. ചായയിലും കാപ്പിയിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മുടെ ഉറക്കത്തെ തടസ്സം ചെയ്യും. കഫീൻ മണിക്കൂറുകളോളം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോൺസിനെയാണ് കഫീൻ തടഞ്ഞു നിർത്തുന്നത്. അതിനാൽ രാത്രിയിൽ ശരിയായ ഉറക്കം വരാത്തതിൻ്റെ പ്രധാന കാരണം ഈ കഫീനാണ്. അതുകൊണ്ട് രാത്രിയിൽ നിങ്ങൾ ചായ, കാപ്പി അങ്ങനെയുള്ളത് എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് 4 മണിക്കൂർ മുൻപായി ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് നിർത്തണം. 5. എരിവും മസാലയും അടങ്ങിയ ഭക്ഷണങ്ങൾ. സ്പൈസി ഫുഡ്സ് രാത്രിയിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില്ലി പെപ്പേഴ്സ്, ഹോട്ട് സോസ് മുതലായ ഭക്ഷണങ്ങളൊക്കെ രാത്രിയിൽ ഒഴിവാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന ക്യാപ്സൈസിൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാനിടയാകും. ഇത് നെഞ്ചെരിച്ചിൽ, ആസിഡിറ്റി തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ വരുന്നതിനിടയാകും. കൂടാതെ നമ്മുടെ ഉറക്കത്തെയും തടസ്സപ്പെടുത്തും. നല്ല ഉറക്കത്തിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും കൂളായിരിക്കണം. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ രാത്രിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. രാത്രിയിൽ എപ്പോഴും ലൈറ്റായ ഫുഡാണ് കഴിക്കേണ്ടത്. രാത്രിയിൽ സൂപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. രാത്രിയിൽ 7 മണി മുതൽ 7:30-ക്കുള്ളിലെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നേരം വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം പതുക്കെ മാറ്റിയെടുക്കുക. ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ രാത്രിയിൽ ഒഴിവാക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്